ഇത് ഇന്നോവയല്ല, സൂപ്പർ നോവയാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ ഹെഡ് ലാമ്പിന് പകരം ഇവരൊരു ഇൻടേക്കാണ് വെച്ചേക്കുന്നത്, എയർ ഇൻടേക്ക്. കാരണം എൻജിൻ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരിക്കും, പെർഫോമൻസ് വേറെ ലെവൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്രീത്തിങ് സിസ്റ്റം കാണാം, ഹീറ്റിനെ പുറത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് RC ട്രാൻസ്മിഷൻ ടെക്നോളജി എന്നൊക്കെ കൊടുത്തേക്കണം അല്ലേ. ഇനി ഇത് മാത്രമല്ല കേട്ടോ ചേഞ്ച് ഇനിയുണ്ട്, കാണിച്ചു തരാം. സീറ്റിങ്ങിൻ്റെ പൊസിഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. സ്റ്റിയറിംഗ് വീല് മാറ്റി, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൺട്രോൾസ് ഒക്കെ നോക്കിയാൽ വേറെ ലെവൽ. അതുപോലെ തന്നെ ഫുള്ള് റോൾ ഗേജസ് വെച്ചിട്ടുണ്ട്. നോക്കി ഇവിടെയൊക്കെ ഫുള്ളി റോൾ ഗേജ് വെച്ചിട്ട് സേഫ്റ്റി നെക്സ്റ്റ് ലെവൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ റേസിംഗ് സീറ്റ്സ് ആണ്. അത് റിയറിലേക്ക് വരുമ്പോഴും അകത്തന്നെയാണ് കൊടുത്തേക്കുന്നത്. അടിപൊളി അല്ലേ. റൂഫൊക്കെ നമ്മൾ ആ മെറ്റീരിയലൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ആ ഒരു സ്റ്റീൽ ബോഡി മാത്രമാണ് കറക്റ്റ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. റോൾ ഗേജേ കറക്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ശരിക്കും ഇങ്ങനൊരു ഇന്നോവകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണൂല. ഇനി വേറൊന്നും, ഇതിൻ്റെ എക്സോസ് പൈപ്പ് നോക്കിയാൽ സെൻറ്ററിലേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കട്ട് ചെയ്തിട്ട് പൈപ്പ് സെൻറ്റർ ചെയ്തിട്ട് ഇതാക്കിയത്. ഇവരിത് റേസ് ടാക്സി അതുപോലെ തന്നെ സൂപ്പർ നോവ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആക്ച്വലി റോഡ് ലീഗലൊന്നുമല്ല, ട്രാക്കിൽ വ്യത്യസ്തമായ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നതാണ്. എങ്ങനെയുണ്ട് കണ്ടിട്ട് എന്നുള്ളത് നിങ്ങൾ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യും.